അസ്സലാമലൈക്കും. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. വശീക്ക വന്നിട്ടുണ്ട്, പിന്നെ മോള് വന്നിട്ടുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന് ഇവിടെ. അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രാവിലെ പുട്ടും പഴവും അങ്ങനെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കിലേക്കുള്ള പരിപാടിയാണ് ഞാൻ നോക്കണത്. അപ്പോൾ ഇന്ന് മത്തിയുണ്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ മത്തിക്കറിയും വെച്ചിട്ട് ഇതാ മുരിങ്ങക്കായ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ ഉണ്ട്. അപ്പോൾ അതും വലിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചും ഇതാ ചോറ് തിളച്ച് അത് ഇറക്കി വെച്ചിട്ടു. അപ്പോഴത്തേന് ഇതാ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ ചൂടായിട്ടുള്ള പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എല്ലാവരും ഓരോന്ന് കഴിച്ച് പിന്നെ ഞാനിങ്ങനെ കഴിക്കണമുണ്ട് ഓരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് മത്തി വന്നിട്ട് വറുത്തരച്ചിട്ട് കറി വെക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളത് തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ മുരിങ്ങക്കായൊക്കെ മുറിച്ച് എടുത്ത് പിന്നെ എനിക്ക് വശീക്ക വന്നിട്ട് ഇടയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അടുപ്പിലാണ് ഞാൻ എല്ലാതും വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വിറകുണ്ടെങ്കിൽ ഉണ്ടില്ലേ അടിപൊളിയായിട്ട് അടുപ്പ് കത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും അതിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അതിൽ തന്നെ ഇട്ട് ഉണ്ടാക്കാറ്. എനിക്കിഷ്ടമാണ് കേട്ടോ അടുപ്പിൽ പാചകം ചെയ്യാൻ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് മീൻ കറി വെക്കാനുള്ള തയ്യാറിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വറുത്തരച്ചിട്ടാണ് കേട്ടോ മീൻ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ മീൻ കറിയായി. പിന്നെ ഇതാ മീൻ വറുക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിറയെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒഴിവേ ഉണ്ടാവില്ല. അങ്ങനെ വെച്ചുണ്ടാക്കുക, കഴിക്കുക, പാത്രം കഴുകുക, അതന്നെ പണി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. ഇതാ കുളിയും കഴിഞ്ഞ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.